ആയിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ഡയറക്ടർ ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ ജ്യോതിഷനോട് കൃത്യമായിട്ട് അതിന് നന്ദി പറയും. ഈ സിനിമ ഇത്ര നന്നായിട്ട് ചെയ്തെടുത്തതിന്, ഇന്ദു ചേട്ടനോട് ഈ നല്ല ക്യാരക്ടേഴ്സ് തന്നതിനും അഭിനയിച്ച എല്ലാവരോടും ഇത് നന്നായി പെർഫോം ചെയ്തതിനും ഞാൻ നന്ദി പറയും. ഓക്കെ. കഷ്ടപ്പെട്ടാണ് പൊന്മാൻ ചെയ്തത്. ഇങ്ങനൊന്നും സംസാരിക്കണമെന്ന് അറിയില്ല. ഒന്ന്. രണ്ട്, ഈ ഒരു സിനിമ ചെയ്യാൻ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു. അപ്പം കലാസംവിധാനം നടന്ന സമയത്ത് സിനിമ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്, നമ്മുടെ 4 ചെറുപ്പക്കാരായിരിക്കുന്നവരെല്ലാം ഈ കഥയിലെ ആൾക്കാരായിരിക്കുന്നത് മൊത്തം. അപ്പം ഞങ്ങൾ തെണ്ടി നടന്ന കാലത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ തപ്പി തേടി ഇന്ദുവഞ്ചേട്ടനെ കാണാൻ ചെല്ലുന്നത്. അപ്പോൾ ഇന്ദുവഞ്ചേട്ടൻ നിന്ന് ആദ്യത്തെ ദിവസം തന്നെ എന്നെ കേട്ടോട്ടടിച്ചു. കഥയില്ല, എഴുതാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒഴിവാക്കി. ഞാൻ പിന്നെയും ചേട്ടനെ വിളിക്കും, ചേട്ടൻ്റെ പോവും. അപ്പം കോഡ് വന്നു. അപ്പം ഞങ്ങളുടെ കഥകൾ മുഴുവൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പോരായ്മകൾ, ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അതെല്ലാം ഇന്ദുവഞ്ചേട്ടനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ദുവഞ്ചേട്ടൻ പറഞ്ഞതിനകത്ത് കഥയൊന്നുമില്ല, ജോഷി വേറെ ആരെങ്കിലും നോക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഇതൊരു കൊല്ലത്ത് നടക്കുന്നൊരു കഥയാണ്, അപ്പോൾ ഒരു കൊല്ലംകാരൻ എഴുതണമെന്ന് പറഞ്ഞു. അതിൽ പുള്ളി ഒന്ന് അനങ്ങി. കൊല്ലത്ത് എന്ത് കഥ? അപ്പൊ നമ്മൾ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ്. അപ്പൊ പുള്ളി പറഞ്ഞപ്പോ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും. നമ്മുടെ ബാസ്റ്റിൻ, മറുതാലാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരൻ എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. പിന്നെയും പോയി. അദ്ദേഹത്തെ പിന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞാൽ കാണുന്നത്. എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും, ജോഷിയെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ദിവസം ഇന്ദുവഞ്ചേട്ടൻ പറഞ്ഞ്, ജോഷിയെ ഞാനൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട്, ജ്യോതിഷം ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് പ്രിന്റ് അടിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മൊബൈലിൽ അത് വായിച്ചിട്ട് എനിക്ക് ഒരു 13 പേജായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 13 പേജ് വായിച്ചിട്ട് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു. അപ്പം തന്നെ ഞാൻ സാനുചേട്ടൻ്റെ ഇടയ്ക്ക് വിളിച്ചു, സാനുചേട്ടാ ഇന്ദുവഞ്ചേട്ടൻ്റെ കഥ വന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞ് കഥ കൊള്ളാക്കി ഞാൻ ചെയ്യാൻ ജ്യോതിഷം. പ്രതീക്ഷയില്ലായിരുന്നു. കോവിഡ് സമയത്ത് വൈക്കത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജ്യോതിഷം ഞാൻ ഈ സിനിമ ചെയ്യാം. അപ്പൊ അദ്ദേഹം ആർക്കറിയാം സിനിമയുടെ തിരക്കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിൽ ഇരുന്ന്. അപ്പം സാനിച്ചേട്ടനായി, ഇന്ദുവഞ്ചേട്ടനായി, സാനിച്ചേട്ടനായി, ഇനി ഒരു നടനെ വേണം. അങ്ങനെ അന്വേഷിച്ച് 1-2 നടന്മാരുടെ പുറകെ പോയി. അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അവർ എന്തോ സാങ്കേതിക കാരണങ്ങൾ ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത്. അപ്പം ഞാൻ ഹൈദരാബാദിലൊരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അവിടുന്ന് ഞാൻ ബെന്നി കട്ടപ്പനെ വിളിച്ചു പറഞ്ഞു, ബെന്നി ആ പുസ്തകം എടുത്തൊന്ന് ബേസിൽ കൊടുക്കുമെന്ന് ചോദിച്ചു. ബെന്നി എന്തോ നല്ല കാലത്തിനും നല്ല സമയത്തും അതുള്ളതുകൊണ്ട് സിനിമയുണ്ടായി. ആ ബുക്ക് എടുത്ത് ബേസിലിനെ ഏൽപ്പിച്ചു. ബേസിൽ ചെയ്യാമെന്ന് ഏറ്റു. അപ്പം രഞ്ജിത്ത് കർണാകനാണ് പറയുന്നത്, എടാ ഉഗ്രൻ കഥയാണ്, നീ അത് എനിക്ക് തന്നാൽ ഞാൻ അജിത്ത് വിനായകയെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകയിലേക്ക് എത്തുന്നു. അങ്ങനെ പൊന്മാൻ ഉണ്ടായി. പിന്നെ സജിൻ, ലിജോ മോള്, ഇരിക്കുന്ന ആനന്ദ്, എല്ലാ ആൾക്കാരും ചേർന്നാണ് പൊന്മാൻ. എന്റെ മാത്രം കഴിവല്ല. എന്തായാലും ഇവിടം വരെ എത്തിയ സന്തോഷം. നമസ്കാരം. പൊന്മാൻ എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട്, അതിൻ്റെ ഒരു ഐഡിയോളജി അന്ന് മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ്. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയായ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടർ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല. അത് വലുതാണ്. മലയാള സിനിമയിൽ ഏത് നടന്റെ ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജോഷി മാറിയതിൽ സന്തോഷം. അത് എല്ലാവരും പറഞ്ഞു തന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും, ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമായിരിക്കും, എന്ത് ചെയ്യണമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ. പക്ഷെ അത് സക്സസ്ഫുൾ ആക്കാന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ്. അത് വലിയ ഡയറക്ടേഴ്സിന്റെ പട്ടികയിൽ പതൻ സാറാണ് അതിനു മുമ്പ് പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. വലിയ ലെവലിലേക്ക് ജ്യോതിഷിന്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പെർഫോമൻസുകളെല്ലാം ബേസില് സജിൻ, ലിജു, ദീപക്, ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നെ ഇന്ദു ചേട്ടന്റെ കഥാപാത്രങ്ങൾ എന്താ പറയാ, അങ്ങനെ ഒരു പല വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ള പല വേഷങ്ങളുണ്ട്. അത്
ഒരു ആഗ്രഹം ഈ രജീഷിന്റെ കണ്ടപ്പോൾ പോലും അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള എഴുത്തായിരുന്നു രണ്ടുപേരും എഴുതിയത്. ആ സിനിമയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകനാണ്, അത് തിരിച്ചറിവാണ്. അത് പ്രൊഡ്യൂസ് ചെയ്ത അജിത്തേട്ടൻ, അത് വളരെ അടുത്തൊരു സുഹൃത്താണ് അജിത്തേട്ടൻ, ടീം അജിത് വിനായക ഫിലിംസ് ടീംസ് എല്ലാവരും. സന്തോഷം എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയതിലും. താങ്ക് യു. അല്ലേ ഇതിനു മുൻപ് ചെയ്തിരുന്ന കഥാപാത്രത്തിന്റെ മാനറിസംസ് ഒന്നും പിടിക്കാൻ പറ്റില്ല. അപ്പൊ ടോട്ടലി ആ കഥാപാത്രത്തെ മറന്നിട്ട് വേണമായിരുന്നു ഇത് ചെയ്യാനായിട്ട് അല്ലേ? ടോട്ടലി ഡിഫറെന്റ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആവേശം റിലീസായിട്ടില്ല, അതിനുശേഷം ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൽ ഹ്യൂമറാണ്, ഇതിലൊരു സീരിയസ് പരിപാടിയാണ്, അത്ര ഇതുള്ളൂ. വളരെ സന്തോഷമുണ്ട് വേദിയിൽ നിൽക്കാൻ പറ്റിയത്. ഒരു നോവല് സിനിമയായി മാറുകയും അത് ഹിറ്റാവുകയും ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമല്ല. അപ്പൊ അതിന്റെ ഭാഗവും പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് മരിയാനോ. അത് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ജ്യോതിഷനും നന്ദി, ഇന്ദുവഞ്ചനും നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ബേസിൽ ആനന്ദ് മൻമഥൻ, ലിജോ മോൾ, അവർക്കൊക്കെ നന്ദി. ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അജയൻ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഓൾറെഡി ബേസിൽ കുറെ നേരം നിന്ന് കുറെ സമയമെടുത്ത് ഈ സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. ഇന്ദുഗോപൻ ചേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജ്യോതിഷേട്ടൻ ആയിക്കോട്ടെ, എല്ലാവരും സിനിമ ഉണ്ടായ കഥ പറഞ്ഞു. അപ്പൊ എനിക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു അവസരം, ഈ ഒരു സിനിമയില് സ്റ്റെഫി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ അവസരം തന്ന ജ്യോതിഷേട്ടൻ, ഇന്ദുഗോപൻ ചേട്ടൻ, എൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി പറയാൻ മാത്രമാണ് ഈ ഒരു വേദി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അതേപോലെ കുറെ കാലത്തിന് ശേഷം പൊന്മാനിലെ എല്ലാ ടീം അംഗങ്ങളെയും കാണാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷം കൂടി പങ്കുവെക്കുന്നു. താങ്ക് യു.